നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പോലീസ് നടപടി അത് നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകളെ ലംഘിച്ചുകൊണ്ടുള്ളതും അമിതാവേശം പ്രകടമാക്കുന്നതാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മുൻ DGP TP സെൻകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പോലീസിന്റെ വീഴ്ചകളെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. വിദേശത്തു നിന്നും ഇമെയിൽ വഴി ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ അന്വേഷണമോ അല്ലെങ്കിൽ വസ്തുതാപരമായിട്ടുള്ള പരിശോധനയോ കൂടാതെ അർദ്ധരാത്രിയിൽ ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്തത് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്ന ആക്ഷേപം ശക്തമാണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS അനുസരിച്ച് പാലിക്കേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മുൻകരുതലുകൾ ഈ കേസിൽ പോലീസ് അവഗണിച്ചു വന്നത് നിയമപരമായിട്ടുള്ള തിരിച്ചടികൾക്ക് കാരണമായേക്കാം. ഈ കേസിലെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് TP സെൻകുമാർ ഉന്നയിച്ച 10 ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തെ പ്രതിരോധത്തിലാക്കുന്നവയാണ്. BNSS വകുപ്പ് 173(1) പ്രകാരം ഇമെയിൽ വഴി ലഭിക്കുന്ന പരാതികളിൽ പരാതിക്കാരിയെ നേരിട്ട് വിളിപ്പിക്കുകയും 3 ദിവസത്തിനകം മൊഴിയിൽ ഒപ്പിടുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ എങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്യാനും അറസ്റ്റിലേക്ക് കടക്കാനും സാധിക്കുക എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കൂടാതെ വകുപ്പ് 184(1) അനുസരിച്ച് കേസെടുത്ത തീയതി മുതൽ 24 മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന നിയമവും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ അറസ്റ്റിന് ആധാരമായ കാരണങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കുന്നതിൽ പോലീസ് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് രാഹുലിനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള പോലീസിന്റെ നീക്കം രാഷ്ട്രീയമായ പ്രതികാര ബുദ്ധിയോടെയുള്ളതാണെന്ന ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്. പത്തനംതിട്ട, അടൂർ, പാലക്കാട്, വടകര തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രതിയെ എത്തിക്കുന്നത് നിയമപരമായിട്ടുള്ള ആവശ്യത്തെക്കാൾ ഉപരിയായി പൊതുസമൂഹത്തിൽ അപമാനിക്കാനുള്ള ശ്രമമാണെന്ന് പ്രതിഭാഗം വാദിക്കുന്നു. അറസ്റ്റ് മെമ്മോയിലും അതോടൊപ്പം തന്നെ ഇൻസ്പെക്ഷൻ മെമ്മോയിലുമൊക്കെ തന്നെ ഒപ്പിടാൻ രാഹുൽ തയ്യാറാകാത്തതിനെ തുടർന്ന് ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ എത്തിച്ച് നടപടികൾ സാക്ഷ്യപ്പെടുത്തേണ്ടി വന്നത് പോലീസിന് ഈ കേസിൽ നേരിടേണ്ടി വന്ന അസാധാരണമായിട്ടുള്ള പ്രതിസന്ധി തന്നെയാണ്. കോടതിയുടെ കർശനമായ നിരീക്ഷണങ്ങൾ നിലനിൽക്കെ ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം പോലീസിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നു. നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം സങ്കീർണമായ ഒരു നിയമ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ക്രിമിനൽ കേസ് റിമാൻഡിലായ അംഗത്തെ അയോഗ്യനാക്കാൻ സ്പീക്കർക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നു. സഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഇത്തരം വിഷയങ്ങളിൽ നടപടിയെടുക്കാൻ അധികാരമുണ്ടെങ്കിലും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ സമാന്തരമായ നടപടികൾ സ്വീകരിക്കുന്നത് കോടതി അലക്ഷ്യമായി മാറിയേക്കാം. നിലവിൽ കോടതിയിൽ നിന്നുള്ള റിപ്പോർട്ട് മാത്രമാണ് സ്പീക്കറുടെ മുന്നിലുള്ളത്. എങ്കിലും ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ അയോഗ്യതാ നീക്കങ്ങൾ പാളിപ്പോകുമെന്ന ഭയം ഭരണപക്ഷത്തിലുണ്ട്. രാഷ്ട്രീയമായി നോക്കിയാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ വിഷയം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളെ രാഷ്ട്രീയമായ വേട്ടയാടലായിട്ട് ഒരു വിഭാഗം കാണുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള കേസുകളുടെ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കേണ്ടതില്ലെന്ന നിലപാടും ചില നേതാക്കൾക്കുണ്ട്. എന്നാൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഭരണകൂടം നടത്തുന്ന നിയമലംഘനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിൽ രാഹുലിന് അനുകൂലമായിട്ടുള്ള ഒരു സഹതാപ തരംഗം രൂപപ്പെടുന്നുണ്ടോ എന്നതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ വൈര്യം തീർക്കാൻ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പൊതുബോധം സർക്കാരിന് തിരിച്ചടിയായേക്കാം. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് അത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലും നിയമവൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിമാറുമെന്ന് ഉറപ്പാണ്. അതിജീവിതയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും പോലീസ് പാലിക്കാത്ത നടപടിക്രമങ്ങളുമൊക്കെ തന്നെ പ്രതിഭാഗത്തിന് കോടതിയിൽ മുൻതൂക്കം നൽകുന്നു. കേവലം രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താനായി തിരക്കഥ തയ്യാറാക്കിയ പോലീസ് സംഘം നിയമപുസ്തകത്തിലെ നിർദ്ദേശങ്ങൾ വിസ്മരിച്ചത് കോടതിയിൽ വലിയ ചോദ്യം ചെയ്യലുകൾക്ക് കാരണമായി മാറും. ഈ കേസിൻ്റെ അന്തിമവിധി അത് എന്തു തന്നെ ആയാലും ഒരു ജനപ്രതിനിധിയെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്ത രീതിയും അതിൻ്റെ പിന്നിലെ താല്പര്യങ്ങളും ജനാധിപത്യ സംവിധാനത്തിൽ വലിയ സംവാദങ്ങൾക്ക് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ്.